മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി കൊച്ചി നഗരസഭ 14-ാം ഡിവിഷനിൽ ശുചിത്വ മിഷൻ പദയാത്ര നടത്തി. വീടുകളിൽ നിന്ന് ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് നൽകുക, നമ്മുടെ പ്രദേശം മാലിന്യമുക്തമാക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നടത്തിയ പദയാത്ര ഹെൽത്ത് ചെയർമാൻ ടി.കെ. അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി വീടുകളിൽ നിന്ന് ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് നൽകുക, നമ്മുടെ പ്രദേശം മാലിന്യമുക്തമാക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കൊച്ചി നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ശുചിത്വ മിഷൻ പദയാത്ര 14-ാം ഡിവിഷനിൽ ഹെൽത്ത് ചെയർമാൻ ടി.കെ. അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നഗരം ശുചിത്വമുള്ള വൃത്തിയുള്ള നഗരമാക്കി മാറ്റുക. ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികൾ പോലുള്ള സംവിധാനങ്ങൾ വരുന്നത് മാലിന്യത്തിന്റെ കൈകാര്യത്തിലുള്ള പ്രശ്നങ്ങൾ മൂലമാണ്. നമ്മുടെ നഗരം ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്തമുള്ള തൊഴിലാളികൾ നമ്മൾ കൂടെ നിൽക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ പൊതുസമൂഹം മാലിന്യം എങ്ങനെ വേർതിരിച്ച് ശേഖരിക്കുന്നവർ കൊടുക്കണമെന്നുള്ള ഒരു ബോധവൽക്കരണം ജനങ്ങളിലെത്തിക്കണം. കാരണം എല്ലാം ഏറ്റുവാങ്ങുന്ന ആളുകളാണ് തൊഴിലാളികൾ എന്നൊരു കൺസെപ്റ്റ് ആളുകൾക്കുണ്ട്. ആ ഒരു കൺസെപ്റ്റ് നമ്മൾ മാറ്റിയെടുക്കും. കാരണം യഥാർത്ഥത്തിൽ നമ്മൾ ഉത്പാദിക്കപ്പെടുന്ന മാലിന്യത്തിൻ്റെ ഉത്തരവാദിത്വം ഉത്പാദകർക്കാണ്. പക്ഷേ നമ്മുടെ കൊച്ചുപോലുള്ള നഗരസഭകൾ വളരെ കൈകാര്യം ചെയ്ത് വളരെ അധികം ഉത്തരവാദിത്തോടുകൂടി വാതിൽപ്പടി ശേഖരണം നടത്തിക്കൊണ്ട് ഈ നഗരത്തെ അല്ലെങ്കിൽ ഡിവിഷനെ മാലിന്യ നിർമ്മാർജ്ജന മിഷനാക്കി മാറ്റാനുള്ള വളരെ ശ്രമകരമായ ദൗത്യം നമ്മുടെ കൗൺസിൽ നേതൃത്വത്തിലും ചെയർമാരുടെയും നമ്മുടെ ഹരിതകർമ്മ സേനയും നഗരസഭയുടെ തൊഴിലാളി നേതൃത്വം നടക്കുകയാണ്. 14-ാം ഡിവിഷൻ കൗൺസിലർ ലൈലാദാസിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ സാമൂഹ്യ പ്രവർത്തകൻ P.S. സുബൈർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഹാഷിം, റജുല, ശകുന്തള എന്നിവർ സംസാരിച്ചു. മാലിന്യം മുക്തം നമ്മുടെ ഡിവിഷന് ശുചിത്വമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ശുചിത്വ സുന്ദരമാക്കണം നമ്മുടെ ഡിവിഷൻ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഇന്നിവിടെ നിൽക്കുന്ന എല്ലാവരും. അതിലൂടെ വേണം നമ്മുടെ ഡിവിഷൻ എത്രയും ക്ലീൻ ആക്കി പോകണം എന്നുള്ളതിൻ്റെ അഭിപ്രായത്തിലാണ് നമ്മൾ സർക്കാർ സ്കൂളിൻ്റെ അവിടെ UPS സ്കൂളിൻ്റെ അവിടെ ഒരു ചെറിയൊരു തോട്ടം നിർമ്മിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഓരോ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ ഇവിടെ വീടുകൾ ഒരു 2000-ന് മേലോളം വീടുകളെ നമ്മൾ വേസ്റ്റ് കൊടുക്കുന്നുള്ളൂ. ബാക്കി ഇനിയും കൊടുക്കാനുണ്ട്. പക്ഷേ നമ്മളെ അപേക്ഷിച്ച് മറ്റ് ഡിവിഷനുകളെ ഭേദിച്ചുകൊണ്ട് നമ്മുടെ ഡിവിഷനാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമാണ്. അപ്പോൾ ആ ദിനത്തിൽ കേരളത്തെ മാലിന്യവിമുക്ത കേരളമായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾ കേരള സർക്കാരും അതിനോടൊപ്പം തന്നെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ശുചിത്വ മിഷൻ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മാലിന്യം ഉറവിടത്തിൽ തന്നെ നശിപ്പിക്കുക എന്നുള്ളതാണ് പൊതുവെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാലിന്യമുക്ത നവകേരളം എന്നുള്ള ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ട് കേരള സർക്കാർ ഒരു വിഭാവനമായി വെച്ചുകൊണ്ട് ഈ മാർച്ച് മാസം 30-ാം തീയതി 0%, അതായത് നമ്മുടെ നാട്ടിൽ നിന്നും പൂർണ്ണമായും നമ്മുടെ പ്രദേശത്തു നിന്നും നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ നഗരങ്ങളിൽ നിന്നും നമ്മുടെ പട്ടണങ്ങളിൽ നിന്നെല്ലാം തന്നെ പൂർണ്ണമായും മാലിന്യരഹിതമായിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് നടത്താനിരിക്കുന്നത്. ഈ ഏപ്രിൽ മാസം 19-ാം തീയതി അതിന്റെ പ്രഖ്യാപനം ഉണ്ടാവും. ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ പദയാത്രയിൽ പങ്കെടുത്തു. തുടർന്ന് പള്ളുരുത്തി സർക്കാർ സ്കൂളിന് സമീപം മനോഹരമായ പൂന്തോട്ടവും നിർമ്മിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. We are certified swimming instructors from Interdive. ഈ സമ്മറിൽ Interdive is coming up with lots of swimming activities. Not only for just 10 days, but a 20 days exclusive classes from every Monday to Saturday. Class timings from morning 6 a.m. to 12 p.m. then afternoon 2 p.m. to 9 p.m. And after 20 days class, Interdive is providing you with free trial beach swimming with full safety and awareness.